ഹായ്, ഏറെ നാളുകൾക്ക് ശേഷം ഒരിക്കൽ കൂടി എല്ലാവർക്കും നെയ്യാർ എക്സ്പ്രസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഒത്തിരി ദിവസമായി ക്ലാസ്സുകളൊക്കെ വന്നിട്ട് ഒന്ന് രണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പുറകെയുള്ള ഓട്ടം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ആയിരിക്കുന്ന ബഡ്ജറ്റ് നമുക്ക് ഇനി വരുന്ന എക്സാമിന് തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പാഠഭാഗം കൂടിയാണ്. 2026-2027 കേരള മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒപ്പം ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്ന വി.ഡി. സതീശൻ അവതരിപ്പിച്ചിരിക്കുന്ന 2026-2027 കേരള ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നു. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. 2026-2027 കേരള ബഡ്ജറ്റിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്രാവശ്യം അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് റിവൈസ്ഡ് ബഡ്ജറ്റ് എന്നാണ്, അല്ലെ? സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് അങ്ങനെ ഒരു പ്രത്യേകത റിവൈസ്ഡ് ബഡ്ജറ്റ് എന്നുള്ളതായിരുന്നു, അല്ലെ? അവതരിപ്പിച്ചിരിക്കുന്നത് ഏതാണ്? റിവൈസ്ഡ് ബഡ്ജറ്റ് ആണ്. ഒന്ന് നോക്കി വെച്ചോളുക, റിവൈസ്ഡ് ബഡ്ജറ്റ്. ഓക്കെ, എന്താണ് റിവൈസ്ഡ് ബഡ്ജറ്റ് എന്നുള്ളതാണ്. നോക്കിയോ, സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് എസ്റ്റിമേറ്റുകളിൽ പിന്നീട് വരുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾക്കും മാറ്റങ്ങളും അനുസരിച്ച് വരുത്തുന്ന മാറ്റങ്ങളെയും ക്രമീകരണങ്ങളെയും റിവൈസ്ഡ് ബഡ്ജറ്റ് അല്ലെങ്കിൽ പുതുക്കിയ ബഡ്ജറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ വർഷം അവതരിപ്പിക്കുന്ന രണ്ടാമതൊരു ബഡ്ജറ്റാണിത്, അല്ലെ? 2026 ഫെബ്രുവരിയിൽ നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരിന്റെ ധനമന്ത്രിയായിരിക്കുന്ന കെ.എൻ. ബാലഗോപാലൻ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും അതിനുശേഷം ഒരു സർക്കാർ തെരഞ്ഞെടുപ്പിലൂടെ വന്നു. അതിനുശേഷം ധനകാര്യ മന്ത്രിയായിരിക്കുന്ന വ്യക്തി മറ്റൊരു ബഡ്ജറ്റും അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പം ഒരു വർഷം തന്നെ രണ്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. സോ അതിനെയാണ് ഈ റിവൈസ്ഡ് ബഡ്ജറ്റ് അല്ലെങ്കിൽ പുതുക്കിയ ബഡ്ജറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളോട് നോക്കാം. നോക്കിയോ, 16ാമത് കേരള നിയമസഭയിലെ ആദ്യ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, അല്ലെ? 16ാമത് കേരള നിയമസഭയിലെ ആദ്യ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്ന വി.ഡി. സതീശനാണ് അവതരിപ്പിച്ചിരിക്കുന്നു. 2026 ജൂൺ മാസം 19-ാം തീയതിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്, അല്ലെ? 2026 ജൂൺ മാസം 19-ാം തീയതിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ആ ഡേറ്റ് ഒക്കെ ഒന്ന് നോക്കി വെച്ചോളുക എന്നുള്ളതാണ്. ഇനി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മുഖ്യമന്ത്രി ആയിരിക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന 4ാമത്തെ വ്യക്തിയാണ് വി.ഡി. സതീശൻ, അല്ലെ? എറണാകുളം ജില്ലയിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു വന്നിരിക്കുന്ന വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന 4ാമത്തെ വ്യക്തി എന്ന് പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി ആയിരിക്കെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ വ്യക്തിയാണ് ആർ ശങ്കർ. മുഖ്യമന്ത്രി ആയിരിക്കെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ വ്യക്തി ആർ ശങ്കർ. രണ്ടാമത് കെ നയനാർ. മൂന്നാമത് ഉമ്മൻചാണ്ടി. 4ാമത്തെ വ്യക്തിയാണ് വി.ഡി. സതീശൻ. ഈ പറവൂർ നിയമസഭയിൽ നിന്നും, അല്ലെ, പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന 2ാമത്തെ വ്യക്തിയും കൂടിയാണ് വി.ഡി. സതീശൻ. കാരണം കെ.ടി. ജോർജ് എന്ന് പറഞ്ഞൊരു വ്യക്തി പറവൂർ നിയമസഭയിൽ നിന്നും മത്സരിച്ച് വിജയിച്ച് കേരള നിയമസഭയിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത അദ്ദേഹം അവിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പറവൂർ നിയമസഭയിൽ നിന്നും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന 2ാമത്തെ വ്യക്തിയും കൂടിയാണ് ആര്? വി.ഡി. സതീശൻ. എന്നാൽ മുഖ്യമന്ത്രി ആയിരിക്കും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന 4ാമത്തെ വ്യക്തിയും കൂടിയാണ് വി.ഡി. സതീശൻ. സ്റ്റേറ്റ്മെന്റിൽ ആ വക ചോദ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എഴുതുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രത്യേകത, കന്റോൺമെന്റ് ഹൗസിൽ നിന്നും ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ മുഖ്യമന്ത്രിയാണ്, അല്ലെ? നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ വസതി അറിയപ്പെടുന്ന ഒരു ക്ലിഫ് ഹൗസ് എന്നുള്ളതാണ്. ഇപ്പൊ ക്ലിഫ് ഹൗസിൽ എന്ത് പറയുന്നു, ബാക്കി പുനഃക്രമീകരണങ്ങൾ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണികൾ നടക്കുന്നതുകൊണ്ട് അദ്ദേഹം ഇപ്പൊ എവിടെയാണ്? കന്റോൺമെന്റ് ഹൗസിലാണ്. അങ്ങനെ കന്റോൺമെന്റ് ഹൗസിൽ നിന്നും ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? അത് വി.ഡി. സതീശനാണ്. ഈ 4 കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, 16ാമത് കേരള നിയമസഭയിലെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു, അത് വി.ഡി. സതീശനാണ് അവതരിപ്പിച്ചു. 2026 ജൂൺ മാസം 19-ാം തീയതിയാണ് അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളതായിരുന്നു, അല്ലെ? മുഖ്യമന്ത്രി ആയിരിക്കും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന 4ാമത്തെ വ്യക്തിയാണ്. ബാക്കി 3 പേരെയും നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി പറവൂർ നിയമസഭയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന 2ാമത്തെ വ്യക്തിയാണ്. ആദ്യ വ്യക്തി കെ.ടി. ജോർജ് ആണ്. 2 വി.ഡി. സതീശനാണ്. ഇനി കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. ഇനി ഈ ബഡ്ജറ്റിൽ നമ്മളോട് PSC എന്തൊക്കെയാണ് ഏതൊക്കെ ഭാഗത്ത് നിന്നും കൂടുതൽ ചോദിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് മെല്ലെ നോക്കാം. ആദ്യമായിട്ട് ക്ഷമിക്കുക, അതിന് 2 കാര്യങ്ങൾ. ഇപ്രാവശ്യത്തെ ഈ സംസ്ഥാന ബഡ്ജറ്റിന്റെ ഈ പ്രധാന പ്രമേയം എന്ത് എന്നുള്ളതാണ്.
ഇപ്രാവശ്യം നമ്മുടെ സംസ്ഥാന അല്ലെ ബജറ്റിന്റെ പ്രധാന പ്രമേയം ചോദിക്കണമെങ്കിൽ ഗുഡ് ഗവർണേഴ്സ് വിത്ത് എംപതി എന്നുള്ളതാണ്. സഹാനുഭൂതിയോടെയുള്ള സദ്ഭരണം എന്നാണ് നമുക്ക് പ്രമേയം. സഹാനുഭൂതിയുള്ള സദ്ഭരണം എന്നതിനെ ആസ്പദമാക്കി ഇതാ നോക്കിക്കോ, കേരളത്തിലെ സമഗ്രമായ സാമ്പത്തിക വളർച്ചയും സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ട് പുതുയുഗ കേരളം അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താണ് പ്രമേയം എന്ന് ചോദിക്കുകയാണെങ്കിൽ സഹാനുഭൂതിയോടെയുള്ള സദ്ഭരണമാണ്. അത് പ്രമേയമാക്കിയിട്ടുണ്ട്. പുതിയുഗ കേരളം അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. ആര്? വി ഡി സതീശൻ അവതരിപ്പിച്ചത്. നമുക്ക് നോക്കാം പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അതിലൊന്ന് മിഷൻ സമുദ്ര പദ്ധതി എന്നുള്ളതാണ്. അല്ലെ, ഇപ്രാവശ്യത്തെ ബജറ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് മിഷൻ സമുദ്ര പദ്ധതി. അല്ലെ, മിഷൻ സമുദ്ര പദ്ധതി ആ പേരിനോടൊപ്പം തന്നെ നമുക്കറിയാം മിഷൻ സമുദ്ര പദ്ധതി. അല്ലെ, കേരളത്തിന്റെ സ്ഥാനം ലോക മാരിടൈം ഭൂപടത്തിൽ രേഖപ്പെടുത്താനുള്ള സമഗ്ര പദ്ധതിയാണ് മിഷൻ സമുദ്ര പദ്ധതി എന്ന് പറയുന്നത്. മാരിടൈം ഭൂപടത്തിൽ ഉൾപ്പെടുത്താനുള്ള സമഗ്ര പദ്ധതിയാണ് മിഷൻ സമുദ്ര പദ്ധതി. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ വകയിരുത്തി എന്നുള്ളതാണ്. അല്ലെ, നമ്മളോട് സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ തന്നിരിക്കുന്നത്. കേരളത്തിന് 600 കിലോമീറ്റർ തീരദേശം, ഒപ്പം 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ. അല്ലെ, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ നമുക്കറിയാം, കൊച്ചിയും വിഴിഞ്ഞവും. ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ. ഇവയുടെ സമഗ്രമായിട്ടുള്ള ഒരു വികസനത്തെ ആസ്പദമാക്കിയാണ് മിഷൻ സമുദ്ര പദ്ധതി. നോക്കി വെച്ചോളുക, മിഷൻ സമുദ്ര പദ്ധതി കഴിഞ്ഞില്ല. ഇനി 4 പ്രധാന തുറമുഖങ്ങളായിരിക്കുന്ന വിഴിഞ്ഞം, കോവളം. അല്ലെ, നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം. അല്ലെ, ഒപ്പം കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും മറ്റു തുറമുഖങ്ങളുടെ വികസനത്തിനും സ്വകാര്യ പങ്കാളിത്തോടെ മാരിടൈം ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നു. 4 പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ്. അല്ലെ, വിഴിഞ്ഞം, കോവളം തുറമുഖം. നമുക്ക് വിഴിഞ്ഞം തുറമുഖം ഒന്നിനെടുക്കാം. അല്ലെ, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായിട്ട് നമ്മളിതാ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി നമ്മൾ ടൂറിസം, അല്ലെ മാരിടൈം ടൂറിസം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇനി വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനും ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുമായി ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽ സംവിധാനം, അല്ലെ, കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് ബാലരാമപുരം ടു വിഴിഞ്ഞം ഭൂഗർഭ റെയിൽ സംവിധാനം. നമുക്കറിയാം ചരക്ക് ഗതാഗതങ്ങൾ അല്ലെങ്കിൽ ഈ ഷിപ്പിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് നമുക്ക് റെയിൽവേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പ്രക്രിയ കൂടിയാണ് ഈ ഭൂഗർഭ റെയിൽ സർവേ എന്ന് പറയുന്നത്. സോ അതുമായി സഹകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം നമ്മളോട് അറിഞ്ഞിരിക്കേണ്ട ഒരു നാഷണൽ ഹൈവേയും കൂടിയാണ് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നിവയുടെ പ്രവർത്തനത്തിനും ബജറ്റിൽ പ്രധാനമായിട്ടും ഊന്നൽ നൽകിയിരിക്കുന്നു. വിഴിഞ്ഞം നാവായിക്കുളം NH 866 ആണ്. നോക്കി വെച്ചോളുക, ഈ ബജറ്റിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നിവയുടെ പ്രവർത്തനം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഏതാണ് പദ്ധതി? മിഷൻ സമുദ്ര പദ്ധതി കഴിഞ്ഞില്ല. പൂന്തുറയിൽ പുതിയ ഫിഷിംഗ് ഹാർബർ. അല്ലെ, ഈ ബജറ്റിൽ ഇടി സതീശൻ അവതരിപ്പിക്കുന്ന ബജറ്റിൽ എവിടെയാണ് ഫിഷിംഗ് ഹാർബർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പൂന്തുറയാണ്. പൂന്തുറ നമുക്കറിയാം തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം. സോ അവിടെ ഫിഷിംഗ് ഹാർബറും അതോടൊപ്പം പൂന്തുറ ഇടയാർ പാലവും ഫിഷിംഗ് ഹാർബർ കൊണ്ടുവരുന്നു പൂന്തുറയിൽ. നമ്മൾ അതാണ് നോക്കി വെച്ചുകൊണ്ടിരിക്കുക. ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരത്താണ്. അല്ലെ, ഒപ്പം പൂന്തുറ ഇടയാർ പാലവും കൊണ്ടുവന്നിരിക്കുന്നു ബജറ്റിൽ. ഇനി നമുക്ക് നോക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രീൻ മാർഷൽ പദ്ധതി. ഗ്രീൻ മാർഷൽ പദ്ധതി. ഈ ഗ്രീൻ മാർഷൽ പദ്ധതി ഏത് മേഖലയിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് എന്ന് നമ്മളോട് ചോദിക്കാം. എന്താ നോക്കിയോ, കേരള ടൂറിസം മേഖലയിൽ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ശുചിത്വം ഉറപ്പാക്കുന്നതിനുമായി കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് ഗ്രീൻ മാർഷൽ പദ്ധതി. നല്ലൊരു ചോദ്യം അല്ലെ. ഈ ഗ്രീൻ മാർഷൽ പദ്ധതി സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്, അല്ലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ശുചിത്വം ഉറപ്പാക്കുന്നതിന് കൊണ്ടുവന്ന പദ്ധതിയാണ് ഗ്രീൻ മാർഷൽ പദ്ധതി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കറിയാം, അല്ലെ, നമ്മൾ മറ്റുള്ളവരെ പറയാം നമ്മൾ തന്നെ ഒരു പക്ഷേ അല്ലെ ബോട്ടിലേക്ക് വെള്ളം കുടിച്ചിട്ട് വലിച്ചെറിഞ്ഞിട്ടൊക്കെ പോകുന്നതായിരിക്കും. സോ അതൊന്നും ഇനി നടപടി ഉണ്ടാവുന്ന കാര്യമല്ല. ബജറ്റിൽ പ്രതിപാദിച്ച പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഗ്രീൻ മാർഷൽ പദ്ധതി. ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് സ്ത്രീകൾക്കാണ്. അങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരിക. അടുത്ത കാര്യം നോക്കിക്കോ.
കേരളത്തെ ആഗോളതലത്തിൽ സ്വർണ്ണാഭരണ നിർമ്മാണത്തിന്റെ പ്രധാന കേന്ദ്രമാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് കൊച്ചി തൃശൂർ ഗോൾഡ് ജുവലറി മാനുഫാക്ചറിംഗ് കോറിഡോർ. കൊച്ചി ടു തൃശൂർ അല്ലെ, സ്വർണ്ണാഭരണ നിർമ്മാണ ഇടനാഴി അല്ലെ. കേരളത്തെ ആഗോളതലത്തിൽ സ്വർണ്ണാഭരണ നിർമ്മാണത്തിന്റെ പ്രധാന കേന്ദ്രമാക്കുവാൻ നമ്മൾ ഈ ബജറ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാന പദ്ധതിയാണ് കൊച്ചി തൃശൂർ സ്വർണ്ണാഭരണ നിർമ്മാണ ഇടനാഴി എന്ന് പറയുന്നത്. സോ ഇനി ചിലപ്പം കൊച്ചി മുതൽ തൃശ്ശൂരിലൊക്കെ പോകുന്നവർക്ക് രണ്ട് സൈഡിലും അല്ലെ ആഭരണ ജോലിസും അതുമായി ബന്ധപ്പെട്ട് വരട്ടെ അല്ലെ, പദ്ധതി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം വരട്ടെ എന്നുള്ളതാണ്. അല്ലെ, ഒട്ടനവധി തൊഴിലവസരങ്ങൾ അതിലൂടെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇനി ഇതാ നോക്കിക്കോ, വൺ കേരള കരുതൽ മിഷൻ പദ്ധതിയാണ് ഇത്. ഈ പ്രാവശ്യത്തിൽ നമ്മൾ നോക്കി വെച്ചുകൊണ്ടിരിക്കേണ്ട പ്രധാന മറ്റൊരു പദ്ധതി വൺ കേരള കരുതൽ മിഷൻ പദ്ധതി എന്നുള്ളതാണ്. ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവർക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിർധനരായ കുടുംബങ്ങളെ സഹായിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. പദ്ധതി ഈ ബജറ്റിൽ പ്രതിപാദിച്ച പദ്ധതിയാണ് അല്ലെ, വൺ കേരള കരുതൽ മിഷൻ. ആ വാക്കിൽ നിന്ന് നമുക്ക് കാര്യം നമുക്ക് ക്യാഷ് ചെയ്യാം അല്ലെ. കൂടുതൽ കരുതൽ കൊടുക്കേണ്ടത് അല്ലെ ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവർക്കാണ് അല്ലെ, ആണ് അവർക്ക് ഇതിന് കരുതൽ വേണം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ട് നേടുന്നവർക്ക് അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം കരുതൽ വേണമെന്നുള്ളതാണ്. സോ അങ്ങനെ പോവുക. അപ്പോൾ ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവർക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിർധനരായ കുടുംബങ്ങൾക്കാണ് ഈ വൺ കേരള കരുതൽ മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നു. പദ്ധതിയൊക്കെ നോക്കി വെച്ചോളുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ പദ്ധതികൾ നമ്മൾ കാണേണ്ടതാണ്. അതേ മറ്റൊരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. മുൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. എല്ലാ കുടുംബങ്ങൾക്കും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഏത് മുഖ്യമന്ത്രിയുടെ പേരിലാണ് പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നു? അങ്ങനെയും ചോദ്യം നമ്മൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അടുത്ത പദ്ധതി നോക്കൂ, ഇൻവെസ്റ്റ് കേരളം സെൽ എന്നുള്ളതാണ്. ഇൻവെസ്റ്റ് കേരളം സെൽ, ഇൻവെസ്റ്റ് കേരളം സെൽ ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തെ വ്യവസായങ്ങളും നിക്ഷേപങ്ങളും ആകർഷിക്കുന്നതിനും സംരംഭകർക്ക് സഹായം നൽകുന്നതിനുമായി കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ ഏകജാലക സംവിധാനമാണ് ഇൻവെസ്റ്റ് കേരളം സെൽ എന്നുള്ളത്. നോക്കി വെച്ചോളുക, ഇൻവെസ്റ്റ് കേരളം സെൽ അല്ലെ. സംസ്ഥാനത്തെ വ്യവസായങ്ങൾ ആരംഭിക്കുവാനായിട്ടും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ഈ ബജറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഇൻവെസ്റ്റ് കേരളം സെൽ എന്ന് പറയുന്ന പദ്ധതി. ആ ഇൻവെസ്റ്റ് കേരളം സെല്ലുമായി നമുക്ക് കണക്ട് ചെയ്യാന്നുള്ള ഒരു സാധനം ഈ ബജറ്റിലുണ്ട്. കേരളത്തിലെ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് പെരുമ്പാവൂർ, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനെ കേരളത്തിലെ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബാക്കി മാറ്റും എന്നാണ് ഈ മിഷനിൽ പറഞ്ഞിരിക്കുന്നു. ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബാക്കി മാറ്റാൻ പോകുന്നു. എന്തിനെ? നമ്മുടെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനെ. ഒന്ന് നോക്കി വച്ചോളുക, ചോദിച്ചാൽ എഴുതണം. അതിനു വേണ്ടിയിട്ടാണ് മറ്റൊന്ന് ഗ്ലോബൽ വാച്ച് ടവർ. ഗ്ലോബൽ വാച്ച് ടവർ ആഗോള തൊഴിൽ മേഖലകൾക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ, അതായത് നമ്മുടെ ജെൻസി പിള്ളേരെ സെറ്റാക്കാൻ ബജറ്റിൽ പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനതല മിഷൻ കൂടിയാണ് ഗ്ലോബൽ വാച്ച് ടവർ എന്ന് പറയുന്നത് അല്ലെ. ആഗോള തൊഴിൽ മേഖലകൾക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ, നമുക്കറിയാം IT മേഖലയുമായി ബന്ധപ്പെട്ട് ഇനി യുഗം കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. സോ അത്രയും നമ്മൾ എന്ത് ചെയ്യുക, ആഗോളതലത്തിൽ നമ്മൾ അതോടൊപ്പം വളരുവാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ 2026-2027 ബജറ്റിൽ ജെൻസി അല്ലെങ്കിൽ യുവജനങ്ങൾക്കായി കൊണ്ടുവന്ന് നടപ്പിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഗ്ലോബൽ വാച്ച് ടവർ എന്ന് പറയുന്നത്. ഇനിതാ കേരളത്തിലെ ടൂറിസം മേഖലയെ എന്തായിട്ട് പ്രഖ്യാപിക്കുന്നു പറഞ്ഞിരിക്കുന്നു? വ്യവസായമായി പ്രഖ്യാപിക്കും എന്നാണ്. അപ്പൊ കേരള ടൂറിസം മേഖല എന്തായിട്ട് പ്രഖ്യാപിക്കുന്നു? വ്യവസായമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ബഡ്ജറ്റിൽ നമ്മളോട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് യെസ് ഓർ നോ? യെസ്, അതാണ് നമ്മൾ എഴുതേണ്ടത്. കേരള നോളജ് വാലി പദ്ധതി എഡ്യൂക്കേഷനുമായി പേര് തന്നെ കേരള നോളജ് വാലി പദ്ധതി അല്ലെ. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നുള്ളവരെ പഠിച്ചോ. എന്താണ് കേരള നോളജ് വാലി പദ്ധതി എന്നുള്ളതാണ്.
നോക്കൂ, കേരളത്തെ ആഗോള വിദ്യാഭ്യാസ ഗവേഷണ ഹബ്ബാക്കി മാറ്റാനും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ സംസ്ഥാനം വിട്ടുപോകുന്നത് തടയാനും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതിയാണ് അല്ലെ. നിരന്തരം വാർത്തകൾ നമുക്ക് കേൾക്കാറുണ്ടായിരിക്കും. കേരളം വിട്ട് യുവജനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് വിദ്യാഭ്യാസം, അവിടെ ജോലി കാര്യങ്ങളൊക്കെ സെറ്റാകുന്നു. ആ യുവജനങ്ങളെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പിടിച്ചു നിർത്താനായിട്ട് കേരള സർക്കാർ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതിയാണ് കേരള നോളജ് വാലി പദ്ധതി. ഒപ്പം ആഗോളതലത്തിൽ കേരളത്തെ ആഗോള വിദ്യാഭ്യാസ ഗവേഷണ ഹബ്ബാക്കി മാറ്റാനും, അതായത് പുറത്തുനിന്നുള്ള യൂണിവേഴ്സിറ്റികളെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ തരാനുള്ള ഒരു പദ്ധതിയും കൂടിയാണ് കേരള നോളജ് വാലി പദ്ധതി എന്നാണ് പറയുന്നത്. നോക്കി വെച്ചോളുക. എനിക്കറിയാം ഒരു തവണയല്ല, ഒന്നിൽ കൂടുതൽ തവണ നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് സെറ്റ് ആവൂ എന്നുള്ളതാണ്. ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ. ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയമായ അവബോധം വളർത്തുന്നതിനും കേരളത്തെ ഒരു ആഗോള വിജ്ഞാന ഹബ്ബാക്കി മാറ്റുന്നതിനുമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരിൽ എന്ന് ചോദിച്ചാൽ അതും എഴുതിക്കൊള്ളുക, ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലാണ്. അപ്പൊ ജവഹർലാൽ നെഹ്റു ശിശുക്കളോടാണ് കൂടുതൽ അല്ലെ അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായിട്ടൊക്കെ ആചരിക്കുന്നത്. അങ്ങനെയൊക്കെ ഓർത്തിരുന്നാലും മതി. അപ്പൊ ശിശുക്കൾ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ അല്ലെ. വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയമായ അവബോധം വളർത്തുന്നതിനും കേരളത്തെ ഒരു ആഗോള വിജ്ഞാന ഹബ്ബാക്കി മാറ്റുന്നതിനുമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ പദ്ധതി. നോക്കുക, ഇനി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി ആൻഡ് ഇൻഡിജിനിയസ് നോളജ് സോൺ എന്ന് പറയുന്നത് അല്ലെ കൊണ്ടുവന്നിരിക്കുന്നു. വയനാട് ജില്ലയിലെ ഗോത്രവർഗക്കാരായ വിദ്യാർത്ഥികളുടെ ഉന്നമനവും ഉന്നത വിദ്യാഭ്യാസവും ലക്ഷ്യമിട്ട് ഒരു സ്വപ്ന പദ്ധതിയാണ് വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി ആൻഡ് ഇൻഡിജിനിയസ് നോളജ് സോൺ. ഗോത്രവർഗക്കാരായ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനാണ് അല്ലെ. ഒപ്പം നമ്മളിവിടെ ഒരു പേരുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നു. സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ് അല്ലെ. വയനാട് പൂക്കോടിലെ വെറ്റിനറി സർവകലാശാലയിൽ റാഗിംഗ് ചെയ്യപ്പെട്ട് തൂങ്ങി മരിച്ച അല്ലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച ഒരു വിദ്യാർത്ഥിയും കൂടിയാണ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്നു. സിദ്ധാർത്ഥന്റെ പേരിൽ സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ് വന്നിരിക്കുന്നു. നോക്കൂ, സംസ്ഥാനത്തെ ക്യാമ്പസുകളിലെ റാഗിങ്ങും അക്രമങ്ങളും തടയാനായി കേരള സർക്കാർ പ്രഖ്യാപിച്ച സുരക്ഷാ സംവിധാനമാണ് അത്. അതോടൊപ്പം നമ്മൾ ഓർത്തിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് സ്റ്റുഡന്റ് വെൽഫെയർ. സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് സ്റ്റുഡന്റ് വെൽഫെയർ എന്താണ് ആ ആക്ടിന്റെ പ്രത്യേകത എന്നുള്ളതാണ്. ഇതൊരു ആക്ടാണ്. കേരളത്തിലെ ക്യാമ്പസുകളിലെ റാഗിങ്ങും അക്രമങ്ങളും തടയുന്നതിനും വിദ്യാർത്ഥികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പുതിയ നിയമമാണ് സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട്. ഇത് ആരുടെ പേരിലെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ഒരു ആക്ട് ആരുടെ പേരിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിക്കൊള്ളുക, സിദ്ധാർത്ഥനാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ദൈവവുന്നോ മകൾക്കൊപ്പം പദ്ധതി. വീണ്ടും സ്ത്രീകൾക്കായിട്ടുള്ള ഒരു പദ്ധതിയാണ് മകൾക്കൊപ്പം പദ്ധതി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള പദ്ധതിയാണ് മകൾക്കൊപ്പം പദ്ധതി. മകൾക്കൊപ്പം അല്ലെ. ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച മകൾക്കൊപ്പം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയാണ് മകൾക്കൊപ്പം. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കൃഷി സഖി പദ്ധതി. കൃഷി സഖി അല്ലെ. കൃഷി സഖി നമുക്കറിയാം അല്ലെ. സഖി വനിതകളെയാണ് നമ്മൾ അങ്ങനെ വിശേഷിപ്പിക്കാറുള്ളത്. കേരള ബജറ്റിൽ കാർഷിക മേഖലയിൽ വനിതകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് കൃഷി സഖി പദ്ധതി. നല്ലൊരു കാര്യം കൂടിയാണ് അല്ലെ. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തെ ബജറ്റിൽ വനിതകൾക്ക് കൂടുതൽ ഒരു പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്നുള്ളതായിരിക്കും അല്ലെ. കൃഷി സഖി പദ്ധതി കേരള ബജറ്റിൽ കാർഷിക മേഖലയിൽ വനിതകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ പദ്ധതിയാണ് കൃഷി സഖി പദ്ധതി. ഓപ്ഷനിൽ മകൾക്കൊപ്പം എന്നൊക്കെ തന്നു കളയാം, എഴുതി കളയരുത്. അത് കൃഷി സഖി പദ്ധതിയാണ്. നിലവിൽ നമുക്ക് കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ നമുക്കറിയാം അല്ലെ. ടി സിദ്ദിഖാണ് കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. ദേവകുന്നു
ഒരു 2 കാര്യങ്ങൾ ഇവിടെ നടത്തിയിരിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വില കുറയും, ഒപ്പം റോഡ് നികുതിയും കുറച്ചു എന്നുള്ളതാണ്. അല്ലെ, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വില കുറയും, റോഡ് നികുതിയും കുറച്ചു എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചു. ഒന്ന്, 10 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 5% എത്ര ശതമാനമാക്കി? 3% എന്നുള്ളതാണ്. അല്ലെ, 5% 3% എങ്ങനെ? 10 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക്. എന്നാൽ 15 മുതൽ 20 ലക്ഷം വരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 8% എത്രയാക്കി? 5% കൊള്ളാം അല്ലെ? ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കുന്നവർ നോക്കൂ, 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 8% എത്ര ശതമാനമാക്കി? 5% കുറച്ചു. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ, ചെറിയ ചെറിയ ചോദ്യങ്ങൾ വരാം. നോക്കൂ, ഇനി ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നു. അല്ലെ, സൗത്തേൺ കേരള എക്കണോമിക് കോറിഡോർ 3 പ്രധാനപ്പെട്ട ജില്ലകളെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രധാന പദ്ധതിയാണ് ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി എന്നുള്ളത്. നോക്കൂ, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ പ്രത്യേക സാമ്പത്തിക മേഖലകളായി വികസിപ്പിക്കുന്നു. പിന്നെ കടലും അനുബന്ധ വിഭവങ്ങളും പ്രയോജനപ്പെടുത്തി സുസ്ഥിര വികസനം ലക്ഷ്യമിടുന്ന ബ്ലൂ എക്കോണമി പദ്ധതി ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്നു. അതിൽ നമുക്ക് 3 ജില്ലകളുണ്ട് ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴിയില്: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. എന്തിനാണ് തിരുവനന്തപുരം, എന്തിനാണ് കൊല്ലം, എന്തിനാണ് ആലപ്പുഴ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അതിൽ നമ്മൾ ആദ്യം പോകുന്നു തിരുവനന്തപുരത്തെ നോളജ് ആൻഡ് സ്പേസ് ടെക്നോളജി ഹബ്ബാക്കി മാറ്റുക. തിരുവനന്തപുരത്തെ എന്താക്കി മാറ്റുക? നോളജ് ആൻഡ് സ്പേസ് ടെക്നോളജി ഹബ്ബാക്കി മാറ്റുക. നോക്കൂ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബഹിരാകാശ സാങ്കേതിക വിദ്യ, അല്ലെ, വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകാൻ നമ്മൾ ആ ബ്ലൂ എക്കണോമിക് പ്രോജക്റ്റിൽ നമ്മൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് ആ പ്രാധാന്യം നൽകുന്നു. അല്ലെ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു. പിന്നെ ബഹിരാകാശ സാങ്കേതിക വിദ്യ, വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങൾ, ഇവയ്ക്കെല്ലാം നമ്മൾ തിരുവനന്തപുരം ജില്ല എടുക്കുന്നു. ഇനി അതിൽ 2 ജില്ലകളിലെ, ഒന്ന് കൊല്ലം, മറ്റൊന്ന് ആലപ്പുഴ. കൊല്ലത്തെ നമുക്ക് ധാതു സമ്പദ് കേന്ദ്രമാക്കി നമുക്ക് കൊണ്ടുപോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപൂർവ ധാതുക്കളുടെയും അവയുടെ സംസ്കരണത്തിന്റെയും കേന്ദ്രമായിട്ട് കൊല്ലം മാറുന്നു. അല്ലെ, റെയർ എർത്ത്, അല്ലെ, ടൈറ്റാനിയം, അല്ലെ, മണ്ണിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ധാതു സമ്പത്തുകൾ കിട്ടുന്നു, അതെല്ലാം നമ്മൾ പ്രയോജനം ചെയ്യാനായിട്ടാണ് തന്നിരിക്കുന്നു എന്നുള്ളതാണ് കൊല്ലം ജില്ല. ഇനിയുള്ളത് ആലപ്പുഴ, ഇന്ത്യയുടെ ബ്ലൂ എക്കോണമി ക്യാപിറ്റലായിട്ട് മാറ്റുക. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഇന്ത്യയുടെ ബ്ലൂ എക്കോണമിക് ക്യാപിറ്റലായിട്ട് കൊണ്ടുവരാൻ പോകുന്ന കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ. തിരുവനന്തപുരം കാണും, അടിക്കരുതേ, നോക്കിക്കോ. രാജ്യത്തെ ബ്ലൂ എക്കോണമിയുടെ തലസ്ഥാനമായി ആലപ്പുഴയെ ഉയർത്തുന്നു. സമുദ്ര കായൽ വിഭവങ്ങൾ, മത്സ്യബന്ധനം, തീരദേശ ടൂറിസം, ചരക്ക് ഗതാഗതം എന്നിവ പ്രോത്സാഹിപ്പിക്കും. നമ്മൾ ഒരല്പം മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി പ്രോജക്റ്റിൽ വരുന്നതാണ്. മറക്കരുത്, തെറ്റരുത് ആ 3 ജില്ലകൾ. ഇനി ഇപ്രാവശ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കെയർ ഗിവർ പദ്ധതി എന്നുള്ളതാണ്. അല്ലെ, കെയർ ഗിവർ പദ്ധതി എന്താണ്? കെയർ ഗിവർ പദ്ധതി കേരളത്തിൽ വയോജനങ്ങളുടെ ശാസ്ത്രീയ പരിചരണവും തൊഴിൽ പരിശീലനവും ലക്ഷ്യമിട്ട് വയോജന വകുപ്പ് അല്ലെങ്കിൽ വയോജന ക്ഷേമ വകുപ്പ് മുഖേനയും കുടുംബശ്രീ വഴിയും കെയർ ഗിവർ പദ്ധതി നടപ്പിലാക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന കമ്മീഷൻ ആരംഭിച്ചിരിക്കുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. അല്ലെ, വയോജനങ്ങൾക്ക് അവയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് വയോജന കമ്മീഷൻ. കേരളത്തിലെ ആദ്യത്തെ വയോജന കമ്മീഷൻ അല്ലെങ്കിൽ വയോജന കമ്മീഷനിലെ അല്ലെങ്കിൽ വയോജന വകുപ്പ് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. മുഖ്യമന്ത്രി, അദ്ദേഹം ഗതാഗത വകുപ്പും കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി കൂടിയാണ്, അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോ കേരളത്തിലെ വയോജനങ്ങളുടെ ശാസ്ത്രീയമായിട്ടുള്ള പരിചരണവും തൊഴിൽ പരിശീലനവും ലക്ഷ്യമിട്ട് വയോജന വകുപ്പ് കുടുംബശ്രീയും ചേർന്ന് ഈ പദ്ധതി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. അല്ലെ, ഇനി വരുന്ന ഒരു ജനറേഷനൊക്കെ ഈ വയോജനങ്ങളൊക്കെ നോക്കും, അല്ലെങ്കിൽ അച്ഛനമ്മമാരൊക്കെ വയോസമം നോക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ എല്ലാവരും അങ്ങനെയൊന്നും പറയുന്നില്ല, ചിലപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കാം. അല്ലെ, അതിനു വേണ്ടിയിട്ട്
ഇവിടെ ഒരു 6 മാസത്തെ കോഴ്സൊക്കെ കൊടുത്ത് അവയുമായി ബന്ധപ്പെട്ട പരിശീലനമൊക്കെ കൊടുത്തിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ആ സർട്ടിഫിക്കറ്റ് പുറം രാജ്യങ്ങളിൽ യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പഠിപ്പിച്ച് അവരെ വയോജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പദ്ധതി നടപ്പിലാക്കുന്നു. കെയർ ഗിവർ പദ്ധതി എന്നുള്ളതാണ്. ഇനി നോക്കിക്കോ, സ്റ്റേറ്റ് അക്കാദമി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന സ്ഥാപനത്തെ, അല്ലെ, തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് അക്കാദമി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന സ്ഥാപനത്തെ മഹാലനോബിസ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് അക്കാദമി എന്ന് പുനർനാമകരണം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നു. അല്ലെ, PC മഹാലനോബിസ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും കൂടിയാണ് PC മഹാലനോബിസ്. അദ്ദേഹത്തിന്റെ പേരിലാണ് സ്റ്റേറ്റ് അക്കാദമി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന സ്ഥാപനത്തെ ഇനി മഹാലനോബിസ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് അക്കാദമി എന്ന് പുനർനാമകരണം ചെയ്യുന്നു. മുന്നേ നമ്മൾ പഠിച്ചായിരുന്നു തിരുവനന്തപുരത്തും കോഴിക്കോടും എന്ത് കൊണ്ടുവരുന്നു, ലൈറ്റ് മെട്രോ പദ്ധതി. തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ലൈറ്റ് മെട്രോ പദ്ധതി കൊണ്ടുവരുന്നു. ഇനി തൃത്താലയിൽ KR നാരായണൻ സിവിൽ സർവീസ് അക്കാദമി. എവിടെയാണ് തൃത്താലയ? പാലക്കാട് ജില്ലയിലെ തൃത്താലയിൽ KR നാരായണൻ സിവിൽ സർവീസ് അക്കാദമി നടപ്പിലാക്കുന്നു. 2 മെഡിക്കൽ കോളേജുകളാണ് ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന് തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നു. ഒപ്പം ഹരിപ്പാട്, ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സർക്കാർ മെഡിക്കൽ കോളേജ്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിൽ സർക്കാർ മെഡിക്കൽ കോളേജ്, അല്ലെ, മലപ്പുറത്ത് പുതിയ ക്യാൻസർ സെന്റർ, ഒപ്പം മലബാറിൽ ഇന്റർനാഷണൽ ഫുട്ബോൾ സ്റ്റേഡിയം, അല്ലെ, മലപ്പുറത്ത് അല്ലെ ഇന്റർനാഷണൽ ഫുട്ബോൾ സ്റ്റേഡിയം നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. അല്ലെ, ഫുട്ബോൾ പ്രേമികൾ കൂടുതലുള്ളത് നമുക്കറിയാം വടക്കോട്ടാണ്. അവിടെ മലബാറിൽ എന്ത് ചെയ്യുന്നു, മലപ്പുറത്ത് എന്ത് ചെയ്യുന്നു, ഇന്റർനാഷണൽ ഫുട്ബോൾ സ്റ്റേഡിയം, ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഒക്കെ കൊണ്ടുവരുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. അല്ലെ, നമ്മൾ ഇനി ഇന്നല്ലെങ്കിൽ നാളെ ഫിഫ ലോകകപ്പിൽ ഇന്ത്യ കളിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടൊക്കെ നമുക്ക് ശ്രമിക്കാം എന്നുള്ളതാണ്. അപ്പോൾ വരും തലമുറയിൽ പയ്യന്മാരൊക്കെ ഉണ്ടായിരിക്കും, സെറ്റായിട്ട് വരട്ടെ. യെസ്, സിനിമാ രംഗത്തിന് വ്യവസായ പദവി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ടൂറിസം മേഖലയെ വ്യവസായ മേഖലയായിട്ട് പ്രഖ്യാപിച്ചു. സിനിമയ്ക്ക് വ്യവസായ പദവി നൽകിയിരിക്കുന്നു. സിനിമയ്ക്ക് വ്യവസായ പദവി നൽകുന്നതോടുകൂടി ഇനി ബാങ്കിൽ നിന്നും ലോണ് കാര്യങ്ങളൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കാമെന്നുള്ളതാണ്. അല്ലെ, സലിം കുമാർ സ്മാരകം. നമുക്കറിയാം, നമ്മളെല്ലാം ഒട്ടനവധി സിനിമകളിൽ നമ്മൾ ചിരിപ്പിച്ച നമ്മുടെ ഹാസ്യ നടനായിരിക്കുന്ന സലീം കുമാറിനെ കൊച്ചിയിൽ എന്ത് കൊണ്ടുവരുന്നു, സ്മാരകം കൊണ്ടുവരുന്നു. അതേ കൊച്ചിയിൽ JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി, മലയാള സിനിമയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന വ്യക്തിയും കൂടിയാണ് JC ഡാനിയൽ. അദ്ദേഹത്തിന്റെ പേരിൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി, അല്ലെ, ചിത്രനഗരം നമ്മൾ അവിടെ കൊണ്ടുവരുന്നു. അതും ഇവിടെ തന്നെയാണ്, കൊച്ചിയിൽ. പ്രശസ്ത നമ്മുടെ എഴുത്തുകാരനായിരിക്കുന്ന MT വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട് സാംസ്കാരിക പാർക്ക്, MT വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട് സാംസ്കാരിക പാർക്ക് കൊണ്ടുവരുന്നു. ഇനി തിരുവനന്തപുരം ജില്ലയിലെ നെട്ടികാൽത്തേരിയിൽ ഒരു പുതിയ സംസ്ഥാന തീറ്റപ്പുൽഭാവം മാതൃകാ ഡയറി യൂണിറ്റും. അല്ലെ, നമുക്കറിയാം കേന്ദ്ര സർക്കാർ ബ്രഹ്മോസിന്റെ ഒരു യൂണിറ്റ് കൊണ്ടുവരാൻ പോകുന്നതും തിരുവനന്തപുരം ജില്ലയിലെ നെട്ടികാൽത്തേരിയിലാണ്. കാട്ടാക്കടയിലെ നെട്ടികാൽത്തേരി, അല്പം കൂടി പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളത് ഓപ്പൺജി. അവിടെ സംസ്ഥാന തീറ്റപ്പുൽ ഫാമും മാതൃകാ ഡയറി യൂണിറ്റും നടപ്പിലാക്കാൻ പോകുന്നു, ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം പറഞ്ഞിരിക്കുന്നു 2050 കേരളത്തെ പൂർണ്ണമായിട്ടും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കുന്നു. ആ സമയം നിങ്ങൾ സർക്കാർ സർവീസിൽ ഇരിക്കുന്ന സമയമാണ്. 2050 കേരളത്തെ പൂർണ്ണമായിട്ടും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നു കേരള സർക്കാർ. ആ സമയം നമ്മൾ പ്രഖ്യാപിക്കേണ്ട നല്ല കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങളപ്പോ ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ ഉയരുന്ന പദവിയിലിരിക്കുന്ന സമയത്ത് പത്രമൊക്കെ നമുക്ക് കുറവ്, ഓൺലൈൻ മീഡിയാസ് ഒക്കെ ആയിരിക്കും അപ്പോൾ കൂടുതലൊക്കെയുള്ള. അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. 2050 കേരളം പൂർണ്ണമായിട്ടും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഈ കാര്യം, അല്ലെ, പണ്ട് നമ്മൾ എവിടേക്കോ ആരൊക്കെയോ പറഞ്ഞായിട്ട് കേട്ടതായി. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ കലാസൃഷ്ടികൾക്കായിട്ട് മ്യൂസിയം കൊണ്ടുവരും എന്നുള്ളതാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ കലാസൃഷ്ടികൾക്കായിട്ട് മ്യൂസിയം കൊണ്ടുവരുന്നു. തിരുവനന്തപുരത്ത് പട്ടത്ത് R ശങ്കറിന്റെ സ്മാരക മന്ദിരം. അല്ലെ, ബജറ്റ് അവതരിപ്പിച്ച കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയും കൂടിയാണ് R ശങ്കർ. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് പട്ടത്ത് സ്മാരകം, തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്ത്, അല്ലെ, PSC ഓഫീസ് പട്ടമാണ്. ബജറ്റിൽ പരാമർശിച്ച മലയാള കവി ആര് എന്നുള്ളതാണ്. ഇപ്രാവശ്യം ബജറ്റിൽ പരാമർശിച്ചിരിക്കുന്ന മലയാള കവി ഉള്ളൂർ S പരമേശ്വര അയ്യരാണ്. അല്ലെ, ഉള്ളൂരിന്റെ 150ാമത് വാർഷികമാണ് നമ്മൾ ആചരിക്കാൻ പോകുന്നു. കേരള ബജറ്റിൽ മഹാകവി ഉള്ളൂരിനെ പരാമർശിച്ചിരിക്കുന്നു. ഉള്ളൂരിന്റെ
150ാമത് ജന്മദിനാഘോഷങ്ങൾക്കായി ഒരു പ്രത്യേക ധനസഹായം, അല്ലെ? ഉള്ളൂരിനെ ഒന്ന് നോക്കി വെച്ചോളുക. ഇനി വരുന്ന എക്സാമിന് ഉള്ളൂരിന്റെ കൃതികൾ, ഉള്ളൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉള്ളൂരിന്റെ ഇനിതാ നോക്കിക്കോളൂ. ഡൽഹിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും. ഇപ്രാവശ്യ ബജറ്റിൽ ഏത് നവോത്ഥാന നായകന്റെ പ്രതിമയാണ് ഡൽഹിയിൽ സ്ഥാപിക്കാൻ പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് ശ്രീനാരായണ ഗുരുവാണ്, അല്ലെ? സ്വാഭാവികമായിട്ടും കേരളത്തിനായിരിക്കും അദ്ദേഹത്തിന്റെ പ്രതിമകൾ കൂടുതൽ കാണപ്പെടുന്നത്. അല്ല, ഡൽഹിയിലൊക്കെ ഒരു പ്രതിമ കൊണ്ടുവയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരൊക്കെ നോക്കും, അല്ലെങ്കിൽ ചർച്ച ചെയ്യും, പുറത്തുനിന്ന് കളി ഇതാരാണ്, എന്താണ് പ്രത്യേകത എന്നൊക്കെ നോക്കും, അല്ലെ? അങ്ങനെ ആഗോളതലത്തിൽ അറിയപ്പെടുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. അപ്പോൾ ഡൽഹിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും കൊണ്ടുവരാൻ പോകുന്നു. ഒപ്പം നോക്കിക്കോ, ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ല. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം എന്നീ ക്ഷേത്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് തിരുപ്പതി മാതൃകയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളായി വികസിപ്പിക്കുന്നു എന്നതാണ്, അല്ലെ? ശബരിമല നമുക്കറിയാം പത്തനംതിട്ട, ഗുരുവായൂർ നമുക്കറിയാം തൃശ്ശൂരാണ്, കൊട്ടിയൂർ നമുക്കറിയാം കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂര്, തിരുവല്ലം അല്ലേ തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലമാണ്, അല്ലെ? തിരുവല്ലം പരശുരാമ ക്ഷേത്രം. സോ എന്നീ ക്ഷേത്രങ്ങളെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് തിരുപ്പതി മാതൃകയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു? വികസിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ ബജറ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഏകദേശം ഓക്കെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെ? നമുക്ക് വീണ്ടും പൂർവാധികം ശക്തിയോടെ നമുക്കിനി മുന്നോട്ട് പോകാനുണ്ട്. ആദ്യമായിട്ടാണ് ഈ വീഡിയോസ് കാണുന്നു എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഓക്കെയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിന്റെ നോട്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലായിരിക്കുന്ന നെയ്യാർ CAയിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉടൻ തന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.